ഇസ്തിരിപ്പെട്ടി തേപ്പെട്ടി തേപ്പെട്ടി ആകുമ്പോൾ നേരെ കൊണ്ടുപോയി കൊടുക്കാൻ. അവിടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനുണ്ട്, മിഥുലാജുണ്ട്, കുഞ്ഞുകുട്ടിയുണ്ട്, നൂസുണ്ട്, ഉണ്ട്. നമ്മളിതാ ഇസ്തിരിപ്പെട്ടി തേപ്പെട്ടി തേപ്പെട്ടി ആകുമ്പോൾ നേരെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പോണേ. അപ്പം എന്തായാലും നേരെ നമുക്ക് അത് കൊണ്ടുപോയി കൊടുക്കാൻ പോവാ. ഇതേനെ പോരെ, എങ്ങോട്ടാ അങ്ങോട്ട് ഇതേനോ. അവിടെ നമുക്ക് ആകെ ഒറ്റ കുടമുള്ളൂ, 5 പേരും ഉണ്ട്. നല്ല ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് അല്ലേ മിതോ? പിന്നെ അല്ലാതെ പിന്നെ. അപ്പം എന്തായാലും നേരെ ഇതാ പോയിക്കൊണ്ടിരിക്കണം. എന്താവുന്നൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നേരെ ഞാൻ പിടിച്ചാലും കാരണമാണ്. ഇപ്പൊ ഗൈസ് നോക്കാണ്, ഇന്നലെ നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞ് മിനി വ്ളോഗ് എന്തായാലും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കണ്ടോന്ന് വിചാരിക്കുന്നു. പാട്ട് പാടിന് പാട്ടിട്ടു അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും വലിയ മഴ ഒന്നുമില്ല കേട്ടോ, ചെറിയ മഴ ഉള്ളൂ അല്ലേ? അല്ലല്ല വലുതുണ്ട്. ഇല്ലല്ല ചെറിയ മഴ ഉള്ളൂ ഗൈസ്, കണ്ടോ ചെറിയ മഴ ഉള്ളൂ. അല്ല കോട നോക്കായി ഇന്നലെ കല്യാണത്തിനിട്ടപ്പോ ഉള്ള അവസ്ഥയാണ്. എന്താണ് വെള്ളണ്ട് കോളൊക്കെ നിറഞ്ഞിരിക്കുന്നു. ഓനിക്ക് പിന്നെ അങ്ങനത്തെ ഒക്കെ വേഗം നേരെ കണ്ടത്തൊക്കെ നോക്കുള്ളൂ. എവിടത്തെ നല്ല കണ്ടം നോക്ക്. SLCന്റെ എന്താ മോഡൽ എക്സാമിന്റെ അന്ന് കണ്ടം പൂട്ടി കഴിച്ചാ ഇവൻ ഒറ്റക്ക് ഇവിടെ കണ്ടം പൂട്ടി കൊടുത്ത് കഴിച്ചു. അമ്മാരെ സാധനം 2 കിലോ മീൻ കൊടുന്നില്ലേ? മീനെ പിടിച്ചപ്പോ തന്നെ മീൻ വരും, വെള്ളം വന്നപ്പോ തന്നെ മീൻ വരും. മീൻ സ്പെഷ്യലിസ്റ്റ് ആണ്. പാടൊക്കെ നിറഞ്ഞ് അല്ലേ ഇവിടൊക്കെ. അങ്ങനെ മൺസൂൺ കാലം വീണ്ടും വെച്ചിരിക്കുകയാണ് കൈ. കുഞ്ചുട്ടി മീൻ സ്പെഷ്യലിസ്റ്റ് ആണ്. 6 മാസത്തെ കോഴ്സ് പഠിപ്പിച്ചെടുക്കുന്നുണ്ട് അവന്. എങ്ങനെ മീനെ പിടിക്കാം, എങ്ങനെയാണ് മീനെ കണ്ടം പൂട്ടുക. അതിന്റെ ടാർഗറ്റ് ഫുള്ള് ഇതാ കുഞ്ഞുട്ടി പോയാൽ മതി. ഓ എന്താ 5000 റുപ്യ ഉള്ളു 6 മാസത്തിന്. 2 മണിക്കൂർ ക്ലാസ്, ഹോസ്റ്റലില്ല. കാഴ്ചപ്പതേ പള്ളൊക്കെ അടിച്ച് ഈ കാണുന്ന വെള്ളം കണ്ടോ, ഇതിലൊന്നും ഇപ്പൊ കുളിക്കാൻ നിൽക്കരുതിട്ട് കൈ. കുറച്ച് കാലം കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി. നമ്മളെ അമീബ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് കൈ. ഞാൻ അപ്പുറത്ത് വാർത്തയിൽ കണ്ടാണ്. ഏത് ചാരുമഴയും കണ്ടാലും വേഗം അറിയോ എവിടുന്ന് എന്തൊക്കെ കിട്ടിയെന്ന്. പിന്നെ ഇപ്പൊ ഇതില് നമ്മുടെ വ്ളോഗിൽ മുണ്ടാ നടക്കണ ഒരാളുള്ളൂ, അത് മിതുവാണ്. മിതുൻ്റെ ഇനി കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. മിതു എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ അമേരിക്ക. താങ്കളുടെ നാട് ഏതാണ്? അമേരിക്കയിൽ എവിടെയാണ്? കൊഴിയ. ശരിക്കും ഈ കൊഴിയുടെ അർത്ഥം എന്താണ്? കോഴികൾ. കൊറേ നേരമായിട്ടോ കൊഴിയാന്ന് പറഞ്ഞിട്ട് എന്താ സംബന്ധം എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇതാണ് കൊഴിയ. സൗത്ത് കൊഴിയ എന്ത്? ഞാൻ കുട എടുത്തു, ഞാൻ കുറച്ച് നനഞ്ഞു. ഇവര് കുട എടുത്തില്ല, ഇവര് ഫുള്ള് നനഞ്ഞു. അതെ, ഡബല് സിമ്പിൾ. നമ്മള് 2 മാത്രം കൊട എടുത്തു. കൊഴിയ ഗായ്സ്. അപ്പൊ ഇനി നമ്മളവിടെ കാണുന്ന ഒരു കുത്തനെ ഉള്ളൊരു കുന്നാണ്. പണ്ട് മുതലേ ഉള്ളൊരു കുന്നാണ്. ഇതൊന്ന് ഞാൻ പണ്ടൊക്കെ വരുമ്പോഴേ സൈക്കിളിന് ബ്രേക്കൊന്നും കിട്ടാതെ അങ്ങനെ പോയിതാ അവിടെ പോയിട്ടൊക്കെ ഇടിച്ചിട്ടുണ്ട് കേട്ടാ അല്ലേ? ഇവരന്ന് ബസ്സിൽ പോയിരുന്നു. നമ്മള് പറഞ്ഞ കുന്നതാണ് കേട്ടോ. ഇവിടുന്നൊക്കെ സുഖമായി വണ്ടി കയറും. വണ്ടി കയറാത്ത സ്ഥലമുണ്ട്, നമ്മൾ കാണിച്ചു തരാം. ആ തലക്കുണ്ടോ, ആ തലക്കൊന്ന് ഈ കുന്നാണ് കഴിച്ചപ്പോ ഇതാണ്ടോ, ഈ കുന്നാണ് കയറാൻ പണി കഴിച്ചു. എത്രയും കുന്നുവാണെങ്കിൽ സിമ്പിളായിട്ട് കയറും. ഇവിടുന്നാണ്ട് വണ്ടി കയറുമ്പോഴത്തേന് വണ്ടിയുടെ പകുതി എണ്ണ കഴിയും. പകുതിയൊന്നും കഴിയൂല കുന്നൊക്കെ എന്നാലും കുറച്ചൊക്കെ കുറച്ചേ കഴിയുള്ളൂ. കുറച്ച് അപ്പൊ കഴിച്ച് നമ്മളെന്താ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ സോഡ വേണ്ടാന്നാ പറയണ എല്ലാവർക്കും ചായ മതിയാവും. കൊണ്ട് നമ്മളിതാ ഇവിടെ അടുത്തുള്ള ഒരു കടയിലോട്ട് പോവാനായിട്ട് പോവാണ്. അല്ലടാ നമ്മൾ നേരെ കടയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മളെ തേപ്പൊട്ടി എന്തായാലും അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആളില്ല കഴിച്ചു വെയിറ്റ് ചെയ്യാം. പാർസൽ തരുമെന്നാണ്
എന്തിനാ പറ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മണമ്പാണ് എനിക്ക് ആവശ്യത്തിലധികം ഉള്ളത് വേണം. 5 ലക്ഷം 10 ലക്ഷം പണക്കാരാണല്ലേ എന്താ അതെ അടിച്ചിറക്കിയ നോട്ടുകളാണ് 5 ലക്ഷത്തിന് 10 ലക്ഷം. പിന്നെ അതന്നെയല്ലേ കേട് ഓണാവണില്ല അതന്നെയല്ലേ വീട്ടിൽ കേട്. അതിന്റെ മുന്നേ ഉണക്ക് ഓർമ്മല്ലേ എന്താ കത്തി ഇല്ലേ സ്വിച്ച് ഓൺ ആക്കി കത്തും കുറച്ച് കഴിഞ്ഞാൽ കേടും പിന്നെയും കത്തും പിന്നെയും കേടും അപ്പൊ തീരെ കത്തണില്ല. ഇപ്പൊ എന്റെ വിഷയം കത്താത്തതാണോ അത് ഇസ്തിരിപ്പെട്ടി ചൂടാകാത്തതാണോ? കത്താത്ത അതാണ് അയാള് ചോദിച്ചത് വർക്കിംഗ് ഉണ്ടോന്ന്. കത്തിയ കുഴപ്പമൊന്നുമില്ല ചൂടാണ്ട് സത്യം പറഞ്ഞാൽ ഇസ്തിരിപ്പെട്ടി ഓണാവണ്ടും കൂടി ഇല്ലായി. സത്യം പറഞ്ഞാണ്ടല്ലോ ഇസ്തിരിപ്പെട്ടി ഓണാവണുണ്ട് പക്ഷെ ചൂടാകണുണ്ട് ആ ലൈറ്റ് കത്തണില്ല. നേരെ നമ്മൾ ചായക്കടയിലോട്ട് എത്താനായിട്ട് പോവാണ്. കുഞ്ഞിട്ടൊരു വ്യൂ കാണിച്ചു തരാൻ അറിയണ്ട്. മീൻ പിടിക്കണേ എങ്ങനെയാന്ന് അതിന്റെ വ്യൂ ആണോ പറഞ്ഞത്. വ്യൂ കാണിച്ചെടുക്ക്. ഓൻ പറയും എങ്ങനെയാണ് എന്താണ് പറഞ്ഞോ. കുഞ്ഞുട്ടി പറഞ്ഞത് നമ്മൾ അവിടുന്ന് ഒരു പാടം കാണിച്ചു തന്നില്ല. ആ പാടാണ് ഈ പാടം. അല്ലാട്ടോ അത് വേറെ പാടാണ്. അതിന്റെ അപ്പുറത്തെ പാടാണിത്. അല്ല ഇത് അത് വേറെ പാടാണ്. അവിടെ ഒരു ഇതുണ്ടോ അതിന് നടുപുര തോട് പോകുന്നുണ്ട്. അപ്പൊ അത് വേറെ പാടാണ്. അതന്നെ ഓനക്കൊക്കെ അറിയാം. അവർക്കറിയാം എന്താ ഇനി കണ്ട കുട്ടികളെ കാണിച്ചെടുക്കട്ടെ. ഞങ്ങളെ നാട്ടിൽ ചാലിനാണ് തോട് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമന്റ് ചെയ്യ. അപ്പൊ എന്റെ നാട് ഏതാ? നാട് അമേരിക്ക. എന്റെ കുറച്ച് അപ്പുറത്ത് കോഴിയാണ്. കോഴിയൻ ചാടിട്ട് ചായ ഇങ്ങനെ കേറുക. നല്ല സ്കീമുണ്ട്. മാപ്പൊക്കെ സെറ്റ്. ഓടൊക്കെ നടക്കണോ നമ്മളെ ചായക്കടയിലോട്ട്. നമ്മൾ ഈ തോട്ടിലൂടെ കൂടെ അങ്ങനെ പഴംപൊരി പഠിക്കും. ഗ്യാസ് ഒന്നും വേണ്ട. എനിക്ക് സുഖിയോ നമുക്ക് സുഖിയ മതിയോ? ഒരു സുഖിയേനോ ഒന്നെടുത്തോ. അത് മുട്ട വജ്ജി ഇത് സുഖയ്യ. ഇതാണ് സുഖിയ. അതാണ് സുഖിയൻ. ഇതോ ഇതാ സുഖിയ. രസമുണ്ടോ? നമ്മളെ ചായയും വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കേ അത് എന്ത് കുറ്റിയാടാ? അത് തിന്നാൻ പറ്റോടാ കൊച്ചി വരണണ്ടായി. അത് അതിന്റെ തല മാത്രം ബ്ലാക്ക് ഉള്ള ഒരു കുറ്റിയായി. അരിവാൾ കൊക്കന അത്ര എനിക്കറിയില്ല ഗൈസ്. ഒക്കെ കുഞ്ഞുട്ടിനെ ചോദിച്ചായി. കണ്ടെത്തത്തെ എല്ലാ കാര്യം A to Z. മീന് പക്ഷി ഞണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും 6 മാസത്തിന് പഠിപ്പിച്ചു കൊടുക്കും. 6 മാസം അതിന്റെ ആവശ്യം മീൻ പിടുത്തടക്കാം. ഓനേക്കാളും എക്സ്പേർട്ട് ആയിട്ടുള്ളൂ. ഓന അവിടുന്ന് വിടും. ഓനിപ്പോ എന്തിനാ മുമ്പിൽ പോണെന്ന് അറിയോ? എവിടെയെങ്കിലും മീനിനെ നോക്കാൻ വേണ്ടിട്ടാണ് ഗൈസ്. ഉള്ള കാര്യം പറയാലോ. ഇനി മീൻ ഇറങ്ങിക്കണോ ഇത്. ഇപ്പൊ അവിടുന്ന് ഒരു ഏട്ടൻ പറഞ്ഞേ ഇപ്പൊ ഈ മഴ പെയ്തിട്ട് ഒരു 5-6 കിലോ മീൻ കിട്ടിയെന്ന്. അപ്പൊ മുതൽ ഓനക്ക് ടെൻഷനാണ് ഗൈസ്. എന്താ കിട്ടിയായിരുന്നേ? എന്താ കാട്ടിന്? ഇതിട്ടാലുള്ള സ്പിരിറ്റാ. അപ്പൊ ഗൈസ് നോക്കാണ് നമ്മള് കൊടെല്ലാം അത് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മളെ പാടത്തിലോട്ട് ഇറങ്ങാനായിട്ട് ടൈം വെച്ചോ. 1 2 3 അങ്ങനെ കുഞ്ഞുട്ടിയും മിതും ഓട്ട മത്സരത്തിൽ നിൽക്കാന്. 1 2 3 സ്റ്റാർട്ട്. എങ്ങനെയുണ്ടോ അപ്പൊ പാടൊക്കെ വേനലിന് മാറ്റം ഒന്ന് പറഞ്ഞു കൊടുക്ക്. വേനലിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ കൊറേ പുല്ല് ഉണച്ചു. വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വേനലിന് മാറിയിട്ട്. മഴ ഉള്ളത് ഇഷ്ടമാണ്. അനക്ക് വേനലിന് മഴക്കാലത്ത് വന്നതിനുള്ള എക്സ്പീരിയൻസ് എന്താ? നല്ല മഴ കൊണ്ടു. മ്യൂസിക് എന്താ വേനലിന് മഴക്കാലത്തേക്ക് വന്നുള്ള എക്സ്പീരിയൻസ്? അടിപൊളിയാ. മഴക്കാലാണോ വേനൽക്കാലാണല്ലോ ഇഷ്ടം? എനിക്ക് തണുപ്പാലം. തണുപ്പാലം ഇഷ്ടം. എല്ലാ കാലം ഇഷ്ടം. കുഞ്ഞുട്ടിക്കോ?
ആ അതൊക്കെ പൈസകൾ അടിക്കാൻ പോവാണ്. 1 2 3 സ്റ്റാർട്ട്. ആയോ കണ്ടോ 2 പോസ്റ്റ് ആര് കുറ്റാന്നല്ലോ. പക്ഷെ ഈ വള്ളത്തിൽ കളിക്കണം വൈബ് എന്ന് പറഞ്ഞാലും പോരാ. അത് ശരി. അതെ ഓട്ട അടച്ച പന്ത് ഇട്ടിട്ടുണ്ട്. ഇനി എന്താവുമെന്ന് പറയാം. ഇതെന്താ പന്തിന്റെ ഉള്ളിൽ കയറ്റിയ സാധനമായിട്ട് കൈ എടാ അത് വെള്ളം അറിയും. ഒന്നിനും പറ്റില്ല. തന്നെ കളിക്കാൻ പറ്റുള്ളൂ. ഇതെന്താ അജ് കൊറേ നേരം ഇതുകൊണ്ട് നടക്കണ്. ഇതോ ഇതാണ് എന്റെ വൈബ്. എടാ മോന്തൊക്കെ അടിച്ചാണ്ടോ പോന്നാ പോവാ. ഉണ്ടായിരുന്നു അതൊക്കെ രസമല്ല. ഇനി ലാസ്റ്റ് തടവെടുക്കായി. ഇതിനേക്കാളും വൈബ് ഉണ്ട് പറഞ്ഞിട്ട് മെല്ലെ വിളിച്ചോണ്ട. എടാ വാട ഇതിനേക്കാളും വൈബുള്ള സ്ഥലം ഉണ്ടോ? അല്ല വേണ്ടത് ഇതിനേക്കാളും വൈബുള്ള സ്ഥലം കാണിച്ചരാ. വൈബ് സ്ഥലം പറഞ്ഞപ്പോ എല്ലാരും എന്റെ പിന്നാലെ ഒന്നുണ്ട്. അടുത്ത ലക്ഷ്യം എന്ന് പറയുമ്പോ റോഫിനെ വള്ളത്ത് കയറിലാണ് ഗൈസ്. ഏത് ഇവ കൊറേ നേരം കൊടുത്ത് കൊണ്ട് നടക്കണേ. എവിടെ ഐ പോന്നാ മാങ്ങൂച്ചണ്ട. കാഴ്ചപ്പോ 2 പേരെന്തായാലും വള്ളത്തിൽ കറങ്ങിയിട്ടുണ്ട്. അവിടെ എന്താ എവിടുന്നാണ് മീനെ കിട്ടി? മഞ്ചില് കാഴ്ചപ്പോ കുത്തിയെടുക്കണ വള്ളം നമ്മുടെ ചെക്കന്മാരെന്തായാലും എടാ ഒന്നുമില്ലടാ കുണ്ടൊന്നുമില്ലടാ അറിയിക്കോ. എന്താ ഇത് അവിടെ ഇരിക്കേ. എവിടെ എവിടെ പാമ്പെവിടെ? ഏത് കാഴ്ചപ്പോ മുന്നേ വേനൽക്കാലത്ത് വെള്ളം പറ്റിയപ്പോഴേ കുഞ്ഞുട്ടി മഞ്ഞെല്ലാം പിടിച്ച നമ്മളെ മിനി ബ്ലോഗ് കിട്ടി. അപ്പൊ അതെന്തായാലും ഇതാ സ്പോട്ട് പെടാനിട്ട് കാണിച്ചു തരാവേ. കുറച്ച് മുന്നിൽ പോയാൽ കാണിച്ചു തരാം. 2 കിലോ പറഞ്ഞാൽ 2.5 കിലോ ഉണ്ടാവും. അടുത്ത ലക്ഷ്യം എന്ന് പറയുമ്പോ റോഫ് വ്ളോഗിൽ പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ റോഫിനെ നമ്മൾ എന്തായാലും വള്ളത്തിൽ കുരട്ടിടും. അത് നിങ്ങളെല്ലാരും ആകാംക്ഷയോടെ ഇപ്പൊ മുന്നത്തെ മിനി വ്ളോഗില് കുഞ്ഞുട്ടി മഞ്ഞളിനെ കൊണ്ടുവന്നില്ലേ? ആ സ്പോട്ടാണ് കൈസ്. ഈ വളവുക്ക് നമ്മൾ ആദ്യം ചൂണ്ടിടാൻ വന്നിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഈ സ്പോട്ടിൽ നിന്ന് കിട്ടി. ഇപ്പോഴാണ് അറിയുന്നത് കൈസ്. ഇതാ ഇവിടെ കണ്ടോ വലിയ വലിയ കുഴികളാണ് കേട്ടോ. തൊങ്ങു കൊടുക്കാണ് കൈസ്. വന്നാ പോവാ അത് പിടിച്ച് കൊലിക്കടാ മേത്തോക്ക്. ഇപ്പൊ എന്തായാലും കാശ് നമ്മൾ നേരെ വീട്ടിലോട്ട് എത്താനുണ്ട്. വീട്ടിലോട്ട് 1/2 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ എന്തായാലും തേപ്പട്ടി കൊണ്ടേ കൊടുത്ത് നമ്മള് ഇവിടെ വ്ളോഗ് എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ്. ഇതിനെ പോണ്. അപ്പൊ എന്തായാലും ഞാൻ എന്തായാലും അവസാനിപ്പിക്കണം. ഏത് കടാ? അപ്പൊ എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കിടക്കാഴ്ച വീഡിയോയിൽ കാണുമ്പോൾ പ്രതീക്ഷയോടെ നമുക്ക് ഇങ്ങനെ ലൈക്ക് ചെയ്യാ. ഇങ്ങനെ ലൈക്ക് ചെയ്യാ. ബൈ ബൈ.